എന്ന് പറഞ്ഞാൽ ബി.ജെ.പിയുടെ ഡീൽ ആരോപണം പിണറായി സർക്കാരിനെതിരെ പരാതി പറയാനില്ലാത്തതുകൊണ്ട് ഉന്നയിക്കുന്ന അല്ലെ ബി.ജെ.പി ഡീൽ ആരോപണം ഉന്നയിക്കുന്ന സർക്കാരിനെതിരെ പരാതി പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണെന്ന് പറയുകയാണ് ജോൺ ബ്രിട്ടാസ് എം പി. പുകമറയാണെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ മോദി സർക്കാരിനെ സഹായിക്കുന്നതാണ്. കെ സുധാകരൻ പാർട്ടിയിൽ നിലയുറപ്പിക്കുമെന്ന് കോൺഗ്രസ് നിരന്തരം പറയുന്നത് ബി.ജെ.പിയിലേക്ക് പോകുന്ന ആശങ്കയിലാണെന്നൊക്കെ ജോൺ ബ്രിട്ടാസ് പറയുകയാണ്. ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകളിലേക്ക്. തെരഞ്ഞെടുപ്പ് ചൂട് സംസ്ഥാനത്ത് കനക്കുകയാണ്. 24-നൊപ്പം ഇപ്പോഴുള്ളത് ജോൺ ബ്രിട്ടാസ് എം പി ആണ്. കേരളത്തിന്റെ ആകെ മൊത്തം ഒരു രാഷ്ട്രീയ സാഹചര്യം അത് ഇടതിന് അനുകൂലമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളമാണ് ആത്മവിശ്വാസം? നല്ല ആത്മവിശ്വാസമുണ്ട്. ഇപ്പം പല ജില്ലകളിലും ഞാൻ പ്രചരണത്തിന് പോയപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ആവേശത്തോടുകൂടിയാണ് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ നേട്ടം മുമ്പോട്ട് കൊണ്ടുപോകാനും കുറേം കൂടി നേട്ടങ്ങൾ കരഗസ്ഥമാകാനും ഈ ഭരണം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണെന്നുള്ളൊരു തിരിച്ചറിവിലാണ് ജനങ്ങൾ എത്തിയിരിക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസം അവരിലും കാണാം. ആ ആത്മവിശ്വാസം ഞങ്ങളിലേക്ക് പകർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധേയമായിട്ടുള്ള വിജയം ഇക്കുറി ഇടതുപക്ഷത്തിന് ഉണ്ടാകുമെന്ന് പറയുന്നത്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് ഭവിക്കുകയും ചെയ്യും. വലിയ തരത്തിൽ മുന്നണികൾ ഡീൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ അത് ശരിക്കുമുള്ള വിഷയങ്ങൾ, സമൂഹത്തിൽ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു സാഹചര്യം ഒരുക്കുന്നുണ്ടോ? കേരളത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം വിലയിരുത്തുന്ന രീതിയിലുള്ള അർത്ഥവത്തായിട്ടുള്ള സംവാദങ്ങൾ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പിണറായി സർക്കാരിനെ കുറിച്ച് പറയാൻ ഒരു പരാതിയും പ്രതിപക്ഷത്തിന് ഇല്ലാത്തതുകൊണ്ട് ചില പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രചരണം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊരു ഡീലുണ്ട്. ഞങ്ങളുടെ ഡീലെന്ന് പറഞ്ഞാൽ കേരളത്തിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ ജനങ്ങളുമായിട്ടുള്ള ഞങ്ങളുടെ ഡീലാണ്. കേരളത്തിൽ സമഗ്രമായിട്ടുള്ള സാമൂഹ്യ ക്ഷേമം ഉറപ്പുവരുത്താനുള്ള ഒരു ഡീലാണ്, ജനങ്ങളുമായിട്ടുള്ളൊരു ഡീലാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ മൂലധനം, മതനിരപേക്ഷത ഇത് കാത്തു സൂക്ഷിക്കുമെന്നുള്ള ഒരു ഡീലാണ് ജനങ്ങളുമായിട്ടുള്ളത്. അപ്പുറത്തുള്ള ഡീല് എന്ന് പറയുന്നത് ബി.ജെ.പിയുമായിട്ട് നിരന്തരം സന്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് കാട്ടിക്കൂട്ടുന്ന ഡീലുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 2 എം.പിമാർ ബി.ജെ.പിക്ക് ഒരു താലത്തിൽ വെച്ച് കൊടുത്തവരാണ് ഈ കോൺഗ്രസിൻ്റെ എം.എൽ.എമാർ. അവർക്കെതിരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്തിട്ടില്ല. അവരുടെ നേതാക്കന്മാരാണ് ആസാമിൽ ഗണ്യമായ തോതിൽ ബി.ജെ.പിയുടെ പ്രവർത്തനത്തിന് യഥാർത്ഥത്തിൽ ഉത്തേജനം നൽകുന്നത്. അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ബി.ജെ.പിയുമായി സന്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ പോലും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കരുണാകരൻ, ആന്റണി എന്നുള്ള 2 വ്യക്തിത്വങ്ങളെ മാറ്റിവെച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ആ 2 പേരുടെയും മകനും അപ്പുറത്തല്ലേ. നോക്ക് എത്രത്തോളം കോൺഗ്രസ് അപ്പുറത്തേക്ക് പോയി എന്ന്. ജോൺ ബ്രിട്ടാസ് എം പിയാണ് 24നോട് ഇത്രയും നേരം സംസാരിച്ചത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യ ഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.